ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് കാണണ്ടേ. ഇന്ന് ഞാൻ കുക്ക് ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലും ഊഹിക്കാമോ? നമ്മുടെ പ്രിയപ്പെട്ട പാസ്ത. അപ്പോൾ നമുക്ക് പാസ്ത ഒന്ന് ഇളക്കണം. ഇത് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടില്ല ഞാൻ. ഓക്കെ, അപ്പോൾ അതുപോലെ ചൂടായിട്ടിരിക്കുക. നമുക്കിതൊന്ന് ഇളക്കി എടുത്തൊന്ന് നോക്കാം. ഓ, കണ്ടോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ പാസ്തയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാസ്ത കഴിച്ചു തുടങ്ങാം. പക്ഷെ പാസ്തയുടെ കൂടെ വേറൊരു സാധനം ഞാൻ ഇടുന്നുണ്ട്. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ്ത പ്ലേറ്റിലോട്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു സംഭവം കാണിക്കാം. പാസ്തയുടെ കൂടെ കഴിക്കാൻ പോകുന്നത് ചീസ് ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാസ്ത പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വരൂ കൂട്ടുകാരെ, ഞാൻ പാസ്ത പ്ലേറ്റിലോട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സോസ് ഉണ്ട് കേട്ടോ. ഒരുപാട് സോസ് ഇതിനകത്തുണ്ട്. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഇച്ചിരി സോസ് കൂടുതലുള്ള പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് വൈകിട്ട് കഴിക്കാനുള്ളത് പാസ്ത. കണ്ടോ, പാസ്തയുടെ കൂടെ ചീസ്. അപ്പോൾ ഈ ചൂട് പാസ്തയുടെ കൂടെ ആ ചീസ് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കിന് എൻ്റെ മക്കളെ ഇതാ നോക്കിക്കോ. ഓ, ചൂട് പാസ്തയാണ് കേട്ടോ. ചൂട് പാസ്ത, അതായത് ഈ ചീസ് ഇല്ലാതെ പാസ്ത കഴിക്കുന്നവരുണ്ട്, ചീസ് ഉപയോഗിച്ച് പാസ്ത കഴിക്കുന്നവരുണ്ട്. ചീസ് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാനും പറ്റും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. കഴിച്ചു നോക്കാം നമ്മുടെ പാസ്ത എങ്ങനെ ഉണ്ടോ. ചീസ് ഇട്ടപ്പോൾ കണ്ടോ, ചീസൊക്കെ അതൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ പാസ്തയ്ക്കകത്തോട്ട് ചീസ് അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും അറിയാമല്ലോ, ഇതിങ്ങനെ മെൽറ്റാവും. അപ്പോഴാണ് ഇത് കഴിക്കാൻ രസം. മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് വേണം തിന്നാൻ. വാ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ പാസ്തയാണോ? Oh guys, I can't believe this. This is so tasty, so tasty. Have a look. I'm going to put some more cheese. അടുത്തത് എന്തൊരു ടേസ്റ്റ് എന്നറിയാം. അടിപൊളി ടേസ്റ്റ്. വെളിയിൽ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്കിങ്ങനെ നല്ല ചൂട് പാസ്ത.
Yummy. Cheese melt ആയി കണ്ടോ. പാസ്റ്റയൊക്കെ പിന്നെ വായിലോട്ട് ഇടുമ്പോഴേ അങ്ങ് മെൽറ്റായി പോകും. ഒത്തിരി ചവയ്ക്കേണ്ട ആവശ്യമില്ല. I feel like having something bit harder, just to bite. So I'm going to get something. Wait. എനിക്ക് എന്തെങ്കിലും ഇച്ചിരി ഹാർഡായിട്ടുള്ള എന്തെങ്കിലും കടിക്കാനായിട്ട് ഇങ്ങനെ തോന്നി. കാരണം ഇതൊത്തിരി സോഫ്റ്റ് അല്ലേ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അത്ര നല്ല കോമ്പിനേഷൻ അല്ല. എന്നാലും ചീസ് ആൻഡ് ഓണിയൻ. Nice. നമ്മുടെ ക്രിസ്പ് ചീസും ഉള്ളിയും ഫ്ലേവർ ആയത്. ഞാൻ ഇതിന് ഇത്ര കഷ്ടപ്പെടുന്നു. My pasta is so yummy, guys. So yummy. Oh. Put some cheese in this.
It's a good combination, guys. കഴിഞ്ഞിട്ടില്ല. കുറച്ചുകൂടെ എടുക്കാൻ പോവാ. My delicious pasta. കാണോ? ശകലം കൂടെ കഴിക്കണം. മതി. ബാക്കി നാളെ. നമ്മുടെ ചീസ് അങ്ങോട്ടിട്ട് ഉണ്ടോ? മിക്സ് ചെയ്തിട്ട് എപ്പോഴും നമ്മളിങ്ങനെ ചോറും കറിയും ചപ്പാത്തിയും എനിക്ക് മടുക്കും. എനിക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഇടയ്ക്ക് കഴിക്കണം. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നതൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കും. ഓ, ഇത് കണ്ടോ, ഇത് കണ്ടോ? ഓ, ചുറ്റിച്ചെടുക്കാം. ഓ, ഇങ്ങോട്ട് വാ. Yummy, salty, beautiful pasta.
ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചീസ് ആൻഡ് ഓനിയൻ ക്രിസ്പിൻ്റെ കൂടെ പാസ്ത. So yummy. കഴിഞ്ഞു. ചീസ് നമുക്കിങ്ങനെ വെളിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇത് മെൽറ്റായി പോകും. അതുകൊണ്ട് ഇത് ബാക്കി നാളെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഇത്രയും കൂടെ ഉള്ളൂ. തീർന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞു. അപ്പോൾ ചീസ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കമൻസ് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല, എല്ലാ ആഴ്ചയിലും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ആൻഡ് I really thank you for all of you, for all those who have watched my video. Sorry, I'm getting hiccups. Thank you all for watching my video, and I will be back soon with another video. So കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ഒരു സാധനം കഴിക്കാനുണ്ട്. എടുത്തിട്ട് വരട്ടെ. നമ്മുടെ അവകാഡോ
അപ്പോൾ എല്ലാ ദിവസവും കഴിക്കുന്ന പോലെ തന്നെ ഞാൻ അവക്കാഡോ മറന്നിട്ടില്ല. അതായത് ഒരു സൈഡ് ഇച്ചിരി കേടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കേടായിപ്പോ നമ്മൾ വെളിയിൽ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാലേ, അതായത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. അപ്പോ let me know what you guys thinking. What do you think of, my videos? If anything needs to be changed, let me know. നമ്മുടെ അവക്കാഡോ തീർന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അപ്പോൾ എന്താ പറയാ, ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇച്ചിരി ഞാൻ പെട്ടെന്ന് കഴിച്ചു അല്ലേ. നല്ല ചപ്പാത്തി ആകുമ്പോൾ കുറേ സമയം എടുത്ത് കഴിച്ചു. പക്ഷെ ചപ്പാത്തി ചോറൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്ത് കഴിക്കും. പക്ഷെ ഇതുപോലത്തെയൊക്കെ സാധനങ്ങളാകുമ്പോൾ ഇങ്ങനെ വായിലോട്ട് ഇടുമ്പോഴേ അങ്ങ് അരിഞ്ഞു പോകുന്ന പോലത്തെ സാധനം ഈ പാസ്ത എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങ് ഇതായിപ്പോവും. ഒത്തിരി ചവയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ 2 പ്ലേറ്റ് ഞാൻ കഴിച്ചില്ല, ഇപ്പോൾ 2 പ്ലേറ്റ് കഴിച്ചു. പക്ഷെ അത് പെട്ടെന്ന് കഴിച്ചു തീർത്ത പോലെ ഉണ്ട്. പിന്നെ കൂടുതൽ സോസ് ആയിരുന്നല്ലോ അതിനകത്ത്. അപ്പം അതിങ്ങനെ വയലോട്ടങ്ങ് പോകും. അപ്പം അധികം സമയം എടുത്തില്ല. അപ്പം ഇന്നിതായിരുന്നു. ഞാൻ അടുത്ത ദിവസം എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഓരോ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഞാനത് അന്നായിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഒന്നും ഇങ്ങനെ കുക്ക് ചെയ്യാറില്ല. അപ്പം അടുത്ത ഇനി വീഡിയോ എന്തായിരിക്കും നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. എനിക്കെപ്പോഴും ഈ അവക്കാഡോയുടെ ഈ സീഡ് കിട്ടുമ്പോഴല്ലേ എനിക്കതിങ്ങനെ കൈ വെച്ച് കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല രസമല്ലേ അത് കാണാൻ. ഇല്ലേ, നമ്മുടെ പമ്പരം കളിക്കത്തില്ലായിരുന്നു കൊച്ചിലേക്ക്. നമ്മുടെ പമ്പരം എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു. അതുപോലെ ഇങ്ങനെ തോന്നില്ലേ നമുക്ക്. എനിവേ, അപ്പോൾ കമൻസ് ഇടാൻ മറക്കരുത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ മധുരമായിട്ട് കഴിക്കാൻ ഒന്നുമില്ല ഇന്ന്. ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എപ്പോഴും കഴിക്കുന്ന പോലത്തെ സാധനം തന്നെ, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ അവിടെ വേറെ നിറച്ച് പാസ്ത കഴിച്ചു, കുറേ ചീസും കഴിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഇനിയിപ്പോൾ ഒന്ന് ശരിക്കും ഒന്ന് ഉറങ്ങണമെന്നുണ്ട്, ടയേർഡായതുപോലെ. അപ്പോൾ ഞാൻ അറിയട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ വെളിയിൽ ഇവിടെ നല്ല മഴയും തണുപ്പൊക്കെയാണ്. ആ സമയത്ത് നമുക്കിങ്ങനെ എന്തെങ്കിലും പാസ്ത പോലത്തേക്ക് സാധനങ്ങൾ ഇങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ രസമാണ്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ആരൊക്കെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് എന്നൊക്കെ ഞാൻ അറിയട്ടെ. സോ I know I keep talking in my mother tongue, but let me know what you guys think of my video. If you like, don't forget to click on the like button, and don't forget to subscribe. And same things that keep saying these things every videos, but nobody is doing it. So if there is something wrong with me, let me know, guys, please. Okay. Or the English speaking people, thank you all for watching my video. If you got anything to say about my video, any comments, okay, please put in the comment box and let me know, right? So that I can improve or make any changes or whatever. And if you really enjoyed my video,
you can put that also in the comment box, so I will know that actually some people are really enjoying my video. If you don't put anything, I won't know that, people are watching or you guys are enjoying my video. I won't know anything. So please make sure that you, whatever it is, just make sure you put it in the comment box. And so I don't know what I'm going to have next time. So like I was saying before, like I don't cook every day, but whenever I'm cooking, I make sure that I make a video and I'll show you guys. Every day I just eat something, some simple kind of food, some noodles or sandwiches, and um, some kind of easy stuff. But really cooking like rice and curries and like chapatis or roti or like pasta and those kind of um, things, then I'll make a video and I'll show you guys. Okay, so all of you eat healthy and stay healthy. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം. ബൈ.